ഇന്നത്തെ നോക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഇസ് ഓക്സിമോറോൺ. എന്താണ് ഓക്സിമോറോൺ? Oxymoron is two opposite words that come together. That is how you identify an oxymoron. Oxymoron ഒരു വെരി എന്താ പറയുക കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ദ കമേഡിയൻ മെയ്ഡ് എ ലോട്ട് ഓഫ് സീരിയസ്ലി ഫണ്ണി ജോക്സ്. ഇവിടെ ഈ സീരിയസ്ലി ഫണ്ണി നോക്കിയേ, സീരിയസും ഫണ്ണിയും ഓപ്പോസിറ്റ് അല്ലേ? ഫണ്ണി സീരിയസ്, ദാറ്റ്സ് ഓപ്പോസിറ്റ് വേർഡ്. നമ്മളത് രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇറ്റ്സ് കോൾഡ് ആൻ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഓക്സിമോറോൺ. സോ the comedian made a lot of seriously funny jokes. പിന്നെ അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ഹിസ് എക്സ്പ്ലനേഷൻ വാസ് എ ക്ലിയർ കൺഫ്യൂഷൻ. ക്ലിയർ എന്ന് പറയുന്ന വേർഡിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് കൺഫ്യൂസിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഒരാൾ ക്ലിയർ ആയിട്ട് സംസാരിക്കാം, ഒരാൾ കൺഫ്യൂസിംഗ് ആയിട്ട് സംസാരിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ക്ലിയറും കൺഫ്യൂഷനും ഒരുമിച്ച് ഉപയോഗിച്ചു. ഹെൻസ് ദിസ് ഇസ് an oxymoron. ഇറ്റ് വാസ് an ഓപ്പൺ സീക്രറ്റ്. ഓപ്പൺ സീക്രറ്റ് ഒന്നെങ്കിൽ നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാവരോടും പറയും, അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ട് വെക്കും. സോ ടു ഓപ്പോസിറ്റ് വേർഡ്സ് ടുഗെദർ, ദിസ് ഇസ് an oxymoron. There was a small crowd. സ്മോൾ ക്രൗഡ് എന്ന് പറയുന്നത് നമ്മൾ വെരി കോമൺലി യൂസ് ചെയ്യുന്നതാണ് അല്ലെ? കുറച്ചധികം തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് തിരക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു ഓക്സിമോറോൺ ആണ്. സ്മോൾ ക്രൗഡ് ഇസ് an oxymoron because it's two opposite words coming together. നെക്സ്റ്റ് ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. ദിസ് ഇസ് കോൾഡ് as irony. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? സിനിമയിലെ ഡയലോഗിലൊക്കെ ഐറണി ഉണ്ട്. എന്താണ്? രണ്ട് എക്സ്പെക്റ്റഡ് ഔട്ട്കംസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോഴാണ് ഇറ്റ് ഇസ് എൻ ഐറണി. എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം. ദ മാരേജ് കൗൺസിലർ ഫൈൽഡ് ഫോർ എ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? മാരേജ് കൗൺസിലർ എന്താണ്? പുള്ളിയുടെ ജോലി തന്നെ ഒരു ഡിവോഴ്സ് ആയി വരുന്ന കപ്പിൾസിനെ ഒന്നിപ്പിക്കുന്നതാണ്. പുള്ളി തന്നെ ഡിവോഴ്സിന് ഫയൽ ചെയ്യുമ്പോൾ ഇറ്റ്സ് കോൾഡ് എൻ ഐറണി. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് അല്ലേ? നമ്മൾ പൊതുവേ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കമിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ വരുന്ന ഐറണി എന്ന് വിളിക്കുന്നത്. ദ ഇംഗ്ലീഷ് ടീച്ചർ മെയ്ഡ് എ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇംഗ്ലീഷ് ടീച്ചറിന്റെ ജോലി സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ നോക്കുന്നതാണ്. വെൻ ഷീ മേക്സ് എ മിസ്റ്റേക്ക്, ഇറ്റ്സ് കോൾഡ് എൻ ഐറണി. ദ ഫയർ സ്റ്റേഷൻ ബേൺഡ് ഡൗൺ ലാസ്റ്റ് നൈറ്റ്. ഫയർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ നിർത്തുന്ന ആൾക്കാരാണ്. അവിടെ തന്നെ ബേണിംഗ് നടക്കുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് എൻ ഐറണി. ദ പൈലറ്റ് ഇസ് അഫ്രീഡ് ഓഫ് ഹൈറ്റ്സ്. പൈലറ്റിന്റെ ജോലി എന്താണ്? ഹൈറ്റ്സിൽ എയറോപ്ലെയിൻ പറത്തുന്നതാണ്. വെൻ ഹി ഈസ് ഹിംസെൽഫ് ഇസ് അഫ്രീഡ് ഓഫ് ഹൈറ്റ്സ്, ദാറ്റ് ഇസ് എൻ ഐറണി. നെക്സ്റ്റ് നോക്കിയാലോ. ദിസ് ഇസ് എ പൺ. പൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേ വിത്ത് വേർഡ്സ്. ഐ ആം റീഡിങ് എ ബുക്ക് അബൌട്ട് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ബുക്ക് ഉണ്ട്, പക്ഷെ ഗ്രാവിറ്റി ഉണ്ട്. സോ ഇറ്റ്സ് ഇമ്പോസിബിൾ ടു പുട്ട് ഇറ്റ് ഡൗൺ. ഗ്രാവിറ്റി എന്ന് പറയുന്നത് താഴെ വെക്കുന്നതാണ്. സോ ഇറ്റ്സ് എ പ്ലേ ഓഫ് വേർഡ്സ് എന്ന് പറയുന്നതാണ് പൺ. ഐ യൂസ് ടു ബി എ ബാങ്കർ ബട്ട് ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ബാങ്കർ ആണ്. ബാങ്കർ അറിയുന്ന അവർ ചെയ്യുന്നത് എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. But when he loses interest എന്ന് പറയുന്നത് it's a play of words.